ഭീകരവാദത്തെ ന്യായീകരിക്കുകയും പരസ്യമായി ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജമായത്ത് ഉലമ ഇ ഹിന്ദ് നേതാവായ മഹമ്മൂദ് മദനി രംഗത്ത്. അടിച്ചമർത്തൽ ഉണ്ടായാൽ യുദ്ധമുണ്ടാകുമെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഇസ്ലാം പണ്ഡിതൻ. സാധാരണ ഭീകരവാദികൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ജിഹാദ് എന്നത്. ഈയിടെ തന്നെ ഡൽഹിയിൽ ചാവേറായി കാർ സ്ഫോടനം നടത്തിയ ഹരിയാനയിലെ അൽഫലാഖ് കോളേജിലെ ഡോക്ടറായ ഉബർ നബി താൻ ജിഹാദ് നടത്തുന്നുവെന്ന് സ്ഫോടനത്തിന് മുൻപേ നടത്തിയ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സാധാരണ ഇസ്ലാമിക ഭീകരർ ഉപയോഗിക്കുന്ന വാക്കാണ് ഒരു ഇസ്ലാമിക പണ്ഡിതൻ നടത്തിയത് എന്നതിനാൽ തന്നെ വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. വിശുദ്ധ യുദ്ധം എന്നതാണ് ഈ ഒരു അറബ് പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുവെ തന്നെ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. മതപരമായ ലക്ഷ്യങ്ങൾ നേടാൻ ശത്രുക്കൾക്ക് നേരെ നടത്തുന്ന ആക്രമണ പ്രവർത്തനങ്ങൾക്കാണ് ജിഹാദ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നതും. ഒരു ഇസ്ലാമിക നേതാവ് ഇത്തരത്തിൽ പരസ്യമായി ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നതും ഇത് ആദ്യമായി അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ്. അതാണ് ഇപ്പോൾ മഹ്മൂദ് മദനി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് നീതിന്യായ വ്യവസ്ഥയും സർക്കാരുമെന്നും വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കുകയുമാണ് മഹമ്മൂദ് മദനി ഈ പ്രസ്താവനയിലൂടെ ചെയ്തതെന്ന് BJP വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹമ്മൂദ് മദനിയുടെ വിവാദ പ്രസ്താവന ഇപ്പോൾ ബാബറി മസ്ജിദിലും മുത്തലാഖിലും കോടതി സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നതാണ് ഉയർത്തിയ മറ്റൊരു ആരോപണം. സുപ്രീം കോടതി സുപ്രീം ആണെങ്കിൽ ഭരണഘടന സംരക്ഷിക്കണമെന്നും ഇതിലൂടെ പറയുന്നു. 1991 ആരാധനാലയ നിയമം നിലവിലുണ്ടായിരുന്നിട്ട് പോലും തുടരുന്ന കേസുകളെ പരാമർശിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത്തരം സംഭവ വികാസങ്ങൾ ഭരണഘടനാ വ്യതിയാനങ്ങളെ എടുത്തു കാണിക്കുന്നുവെന്നും ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നിടത്തോളം കാലം സുപ്രീം കോടതിയെ സുപ്രീം എന്ന് വിളിക്കാൻ അർഹതയുണ്ട് എന്നതാണ് പറയുന്നത്. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ അവശിഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് പോലും അത് പരമോന്നതമെന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ല എന്നും പറയുന്നു. പൊതു ചർച്ചകളിൽ ജിഹാദിനെ ചിത്രീകരിക്കുന്ന രീതിയെ എതിർത്തുകൊണ്ട് മാധ്യമങ്ങളും സർക്കാരും ഒരു പവിത്രമായ ആശയത്തെ വളച്ചൊടിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന ആരോപണമാണ് ഈ ഇസ്ലാം പണ്ഡിതൻ നൽകുന്നത്. അതേപോലെ തന്നെ ലവ് ജിഹാദ്, സ്പ്ലിറ്റ് ജിഹാദ്, ലാൻഡ് ജിഹാദ് തുടങ്ങിയ ലേബലുകൾ ഉപയോഗിക്കുന്നതിനെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവ യഥാർത്ഥ അർത്ഥത്തെ തെറ്റായി തന്നെ പ്രതിനിധീകരിക്കുന്നുവെന്നും പറയുന്നു. ജിഹാദ് വിശുദ്ധമായിരുന്നുവെന്നും അത് നിലനിൽക്കുന്നതും മതഗ്രന്ഥങ്ങളിൽ ജിഹാദിനെ കുറിച്ച് പരാമർശിക്കുന്നത് മറ്റുള്ളവരുടെ നന്മയുടെ പുരോഗതിക്കും വേണ്ടി മാത്രമാണ് എന്നതാണ് ഇദ്ദേഹം ഇതിലൂടെ തന്നെ പറയുന്ന കാര്യങ്ങൾ. തന്റെ വിവാദ പ്രസ്താവന ആവർത്തിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അടിച്ചമർത്തൽ ഉണ്ടെങ്കിൽ ജിഹാദ് ഉണ്ടാകുമെന്നും എന്നിരുന്നാലും ഇന്ത്യയുടെ മതപര ജനാധിപത്യ ചട്ടക്കൂട് ഒരു തരത്തിലുമുള്ള അക്രമ വ്യാഖ്യാനവും അനുവദിക്കുന്നില്ല എന്നതായിരുന്നു മദനി വ്യക്തമാക്കിയതും. ഇവിടെ മുസ്ലിങ്ങൾ ഭരണഘടനയോട് വിശ്വാസ്യത കാണിക്കുന്നില്ല എന്നും ആക്ഷേപമായി തന്നെ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.